കെന്റ് യൂണിവേഴ്സിറ്റിയിൽ റീയൂസബിളായ പുനർ സാധ്യതയുള്ള റീസൈക്കിൾ ചെയ്തെടുത്ത 2000-ലേറെ കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ ഒരു ശേഖരം അവരിപ്പോൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ഇതുപോലെയുള്ള ഓർഗാനിക് സാധ്യതകൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ എന്നുള്ള രീതിയിൽ ഇത്തരം ആഭിമുഖ്യങ്ങൾ ഹാബിറ്റാറ്റ് പോലെയുള്ള അങ്ങയുടെ നേതൃത്വത്തിലുള്ള സംരംഭങ്ങളിൽ എത്രത്തോളം പ്രസക്തമാണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കാലിക പ്രസക്തിയുള്ള കാലിക പ്രാധാന്യമുള്ള ചില വിഷയങ്ങളിലേക്കാണ് ഈ സൂചനകൾ നേടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനർഘമായിട്ടുള്ള, അത് അടിയോരയായിട്ട് പറയുന്നത്, ഇത്രയും അമൂല്യമായിട്ടുള്ള പലതരം നിർമ്മാണ വസ്തുക്കളുടെ ഒരു കലവറയാണ് കേരളം. നിധിയാണ്. ഇത്രയും സമൃദ്ധമായിട്ടുള്ള നിർമ്മാണ പദാവലിക്ക് അനുരൂപമായിട്ടുള്ളൊരു നിർമ്മാണ വസ്തുക്കളുടെ കലവറ ലോകത്ത് ഒരിടത്ത്, ഞാൻ ലോകത്ത് പലയിടത്തും വർക്ക് ചെയ്യുന്ന ഒരാളാണ്, കണ്ടിട്ടില്ല. നമ്മുടെ വെട്ടുകല്ല്, നമ്മുടെ സ്വന്തം കുമ്മായം, നമ്മുടെ കക്ക നീട്ടി ഉണ്ടാക്കുന്ന കുമ്മായം, നമ്മുടെ മണ്ണ്, കനകർഭയായ മണ്ണ്, ഇതൊക്കെ തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകളാണ്. ആ വാസ്തുവിദ്യയെ സംബന്ധിച്ചിടത്തോളം ഈ അനന്തമായ സാധ്യതകൾ തുറക്കുന്നതാണ്. ഈ നിർമ്മാണ വസ്തുക്കളുടെ ഏറ്റവും വലിയ പ്രയോജനം ഞാൻ പറയട്ടെ, കാലാകാലങ്ങളിൽ നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വെട്ടുകല്ല്. വെട്ടുകല്ല് ലോകത്ത് പലയിടത്തും കിട്ടാത്തൊരു നിർമ്മാണ വസ്തുവാണ് അറിയുന്നത്. വെട്ടുകല്ലിന്റെ ഒരു അടിത്തറ. അതെ, വെട്ടുകല്ലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ നിർമ്മാണ സമയത്ത് ഫ്രഷ്ലി കട്ട് വെട്ടുകല്ല്, ലാറ്ററൈറ്റ് ബ്ലോക്ക്, അതൊരു പക്ഷേ വീക്കായിരിക്കും. പക്ഷേ ഈ ഉപയോഗിച്ച് നമ്മുടെ അന്തരീക്ഷ വായുവുമായിട്ടുള്ള പ്രവർത്തനം കാരണം അതിൻ്റെ പുറത്ത് ഓക്സൈഡ്സ് ഒക്കെ ഫോം ചെയ്ത് ഇത് മൂക്കുക എന്ന് പറയും. നമ്മുടെ പച്ച മലയാളത്തിൽ മൂക്കുക എന്ന് പറയും. അതങ്ങനെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ബലം വർദ്ധിക്കുകയാണ്. ഈ വെട്ടുകല്ലിനെ പോലുള്ള നിർമ്മാണ വസ്തുക്കളുടെ ബലം ഇത്തരം നമ്മുടെ എല്ലാ വസ്തുക്കളും, ലോകത്തിൽ നമുക്കറിയാവുന്ന എല്ലാ വസ്തുക്കളും ആയുസ് കഴിയുന്നതോറും ഡിറ്റീറിയേറ്റ് ചെയ്യുകയും ഈ ഒരു വസ്തുവിൻ്റെ ബലം കൂടുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യത്ഭുതകരമായിട്ടൊരു കണ്ടെത്തലല്ലേ. അപ്പോൾ ഇത്തരം സാധ്യതകൾ നിലനിർത്തിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കേണ്ടതാണ്. നമ്മുടെ പഴയ വീടുകൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാള മനസ്സിൻ്റെ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബലത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, ഒരുപക്ഷെ കുറേയൊക്കെ ഉപയോഗക്ഷമതയുടെ പേരിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് നല്ല കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തിക്കളയാണ്. ഇടിച്ച് നിരത്തുക എന്ന് പറയുമ്പോൾ ആ ഭാഷാ പ്രയോഗത്തിനുള്ള കാഠിന്യം അങ്ങ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇടിച്ച് നിരത്തിയിട്ട് നമുക്ക് ഈ പുതിയ ഈ ചില സമവാക്യങ്ങളുടെ പ്രതിഫലനത്തിന് വേണ്ടി പുത്തൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. അത് തീർച്ചയായിട്ടും ഞാൻ പറയും ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിനൊരു ഇടപെടൽ ആവശ്യമുണ്ട്. കെട്ടിടം പൊളിക്കുന്നതിന് മുമ്പ് ഒരു മാൻഡേറ്ററി സാങ്ഷൻ വേണമെന്നുള്ള രീതിയിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ അനാവശ്യമായിട്ടാണ് കെട്ടിടങ്ങൾ, നമ്മൾ ഈ പുത്തൻ കെട്ടിടങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പേരിൽ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളിലൊന്നും ആളുകൾ താമസിക്കുന്നില്ല. നമുക്ക് വാസഗ്രഹങ്ങൾ ആവശ്യമുണ്ട്. വാസഗ്രഹങ്ങൾ അതിനുവേണ്ടിയുള്ള ഷോർട്ടേജിന് വേണ്ടിയല്ല ഈ പലപ്പോഴും മൾട്ടി സ്റ്റോറി ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ വരുന്നത്. ആ ഷോർട്ടേജ് ആരും അഡ്രസ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ശങ്കർജി പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, മലേഷ്യൻ ഭരണകൂടമൊക്കെ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ പ്രാചീന ഗ്രാമീണ അല്ലെങ്കിൽ നഗരപ്രാന്ത വീടുകൾ സംരക്ഷിച്ച് അതുതന്നെ വിനോദസഞ്ചാരത്തിന്റെ വലിയൊരു വികസന സാധ്യതയാക്കി. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുമായിക്കൂടെ? എന്താണ് അങ്ങയുടെ നിർദ്ദേശം? ഞാൻ ഈ മലേഷ്യ എന്ന് പറയുമ്പോൾ ഒരിക്കലൊരു അത്യത്ഭുതമായ യാത്രയ്ക്ക് പോയി. ഞാൻ ഈ കാട്ടിലിരുന്ന് പാട്ട് കേൾക്കാൻ ഞാൻ പോയി ഒരു യാത്രയിൽ. അതൊരു കുച്ചിങ് എന്ന് പറഞ്ഞൊരു ഈസ്റ്റേൺ മലേഷ്യയിലെ ഒരു വനാന്തരത്തിൽ വെച്ചിട്ട് ഈ കാട്ടിലെ പാട്ട്, ഈ ട്രൈബൽ ഫോക്ക് മ്യൂസിക് കേൾക്കാനായിട്ട് ഒരു യാത്ര നടന്നു. കാട്ടിനകത്താണ് ഇവർ രാത്രിയിൽ, അവിടെ മൈക്കില്ല, താൽക്കാലികം ഉണ്ടാക്കിയൊരു കെട്ടിസ്റ്റയിൽ തറയിലിരിക്കണം. ഗാലറിയോ കസേരകളൊന്നും ഇടാൻ പാടില്ല. ആഹാര സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതേപോലെ തിരിച്ചു കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെയുള്ള നിഷ്കർഷമുണ്ട്. രാത്രി 11 മണിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പം വളരെ പൊക്കമുള്ള ചില ഈ സ്പ്രിംഗ്ലിംഗ് ആയിട്ടുള്ള ചില സൗകര്യങ്ങൾ, ചില പമ്പിങ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് രാത്രി 12 മണിക്ക് കാടിനെ തിരിച്ച് ഈ റീജനറേറ്റ് ചെയ്യാനായിട്ടുള്ള 4 ദിവസത്തെ ഒരു ഫംഗ്ഷനാണ്. ഇത് കഴിഞ്ഞിട്ട് കാട് അതേപോലെ റീജനറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ അന്ന് കണ്ടൊരു കാഴ്ച എന്ന് ഈ പാട്ട് എന്ന് കേൾക്കുവാനായിട്ട് വലിയ കുരങ്ങന്മാർ, വേഴാമ്പൽ പോലുള്ള പക്ഷികളൊക്കെ കാതോർത്തുകൊണ്ട് ഈ പ്രാർത്ഥന പോലെ ഇങ്ങനെ ഈ പൊക്കമുള്ള വളരെ പൊക്കം, ഞാൻ ഇങ്ങനത്തെ ഒരു മരങ്ങളൊന്നും കണ്ടിട്ടില്ല. 10, 100, 150 അടിയൊക്കെ പൊക്കമുള്ള വലിയ മരങ്ങളുടെ ശിഖരങ്ങൾക്കകത്ത് അലോസരപ്പെടുത്താത്ത ഒരു കാരുണ്യമാണ്. നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന, ഭൂമിയോട് കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. ഈ കാരുണ്യത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ആർക്കിടെക്ചർ അല്ലെങ്കിൽ വാസ്തുശില്പം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാരുണ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലല്ലാതെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യത്വരഹിതമായിട്ടുള്ള ചില നിർമ്മിതികളിലേക്ക് നമ്മൾ മാറിപ്പോകുന്നതാണ് എൻ്റെ ഒരു
വിനീത വിശ്വാസം. പല കൺസ്ട്രക്ഷൻ കമ്പനികളും വാസ്തുശാസ്ത്ര വിധിപ്രകാരം സജ്ജമാക്കിയ പ്രോജക്റ്റ് എന്നും മറ്റുമുള്ള പരസ്യങ്ങളുണ്ട്. ചൈനീസ് വാസ്തുവിദ്യ അതിലെ വിദഗ്ധന്മാർ ടെലിവിഷൻ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് നാട്ടുകാരെ ഉപദേശിക്കുന്നതിൻ്റെ തിരക്ക്, ഇതൊക്കെ നമ്മുടെ ചുറ്റും സംഭവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അങ്ങയുടെ സമീപനം എന്താണ്? എനിക്കിതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ചില ധാരണകളുണ്ട്. വാസ്തുശാസ്ത്രം അത് തീർച്ചയായിട്ടും വർഷങ്ങളുടെ ബുദ്ധിയിൽ ഇക്കോടൊക്കെ വിരിഞ്ഞു വന്ന നമ്മുടെ അനുഭവ സമ്പത്തിൽ കൂടെ പാകപ്പെടുത്തി അടക്കിയ ചില വിജ്ഞാനത്തിൻ്റെ അറിവുകളുടെ ശേഖരം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിനെ പാകപ്പെടുത്തി അടക്കി അവരോട് കാണിക്കുന്ന അനാദരവ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള വികലമായ സൃഷ്ടികളാണ് തീർച്ചയായിട്ടും വാസ്തുശില്പത്തിൻ്റെ പേരിൽ പലപ്പോഴും വരുന്നത്. നമ്മുടെ അതിൻ്റെ സത്ത ഉൾക്കൊള്ളാതെ ചില വിശ്വാസങ്ങളുടെ പ്രമാണത്തിന് അത് ചില ഭീഷണികളുടെയൊക്കെ ഈ മേമ്പടിയൊക്കെ ചേർത്ത് ഇപ്പം ഇത് വിപണിയിലുണ്ട്, ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് എനിക്ക് ശക്തമായിട്ടുള്ള ഇതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, ഈ കേരളത്തിൻ്റെ വാസ്തുശില്പ ശൈലി അത് കേരളത്തിൻ്റേത് മാത്രമാണ്. ഇവിടുത്തെ ചൈനീസ് വാസ്തുശില്പ ശൈലിയോ അല്ല മറ്റ് അതൊക്കെ ആ രാജ്യത്തിൻ്റെ സംസ്കാരവുമായിട്ട് ജനങ്ങളുടെ സാമൂഹ്യ രീതികളുമായിട്ട് പ്രതികരിച്ചുണ്ടായ ശാസ്ത്രങ്ങളാണ്. അത് അവർക്കും കൊള്ളാം. ചൈനീസ് വാസ്തുശാസ്ത്രം ചൈനക്കാർക്കും കൊള്ളാം. മലയാളിയുടെ വാസ്തുശാസ്ത്രത്തിന് അല്ലാതെ തന്നെ ഒരു ഗഹനമായ വാസ്തുശാസ്ത്രം ഉണ്ട്. അതിനെ ഉൾക്കൊള്ളുന്ന തീർച്ചയായിട്ടും അതെന്താണ് പറഞ്ഞു തരുന്നത്? കാറ്റിൻ്റെ നേരായ വഴികൾ, ഈ സൂര്യൻ്റെ നേരായ വഴികൾ, ഇതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വാസങ്ങളിൽ നിന്നത് മാറ്റി നിർത്തുന്നു. വിശ്വാസങ്ങളെ മേമ്പടി ചേർക്കുമ്പോഴാണ് എന്നെപ്പോലുള്ളവർ കലഹിക്കുന്നത്. വിശ്വാസങ്ങളുടെ മേമ്പടി ചേർക്കാതെ അതിൻ്റെ കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ അംശങ്ങൾ സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരുപാട് മൂല്യങ്ങൾ വാസ്തു പാരമ്പര്യം ഉയർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.